ഞാനേ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് വേഗം പോയിക്കോളാം കേട്ടോ. ലോങ് വീഡിയോ അല്ല, ചെറിയൊരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും യൂട്യൂബ് കാണുന്നവരല്ലേ? ഞാനും കാണാറുണ്ട്. എനിക്ക് യൂട്യൂബ് വീഡിയോസ് ഷോർട്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കണ്ട് വന്ന സമയത്ത് ഇന്നുണ്ടായൊരു കാര്യമാണ്. വന്ന സമയത്ത് ഒരു ഷോർട്സ് കാണാനിടയായി. അതും സെൻസേഷണലായിട്ട് ഇപ്പം നടക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട്, കാര്യത്തിനോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ ആ ഷോർട്സ് കണ്ടിട്ട് എനിക്കൊരു അഭിപ്രായം, ഉള്ളിലുള്ള അഭിപ്രായം, നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും കമൻ്റ് ഇടാറേ ഇല്ല. മാക്സിമം അവോയ്ഡ് ചെയ്യും. കാരണം എന്തിനാണ് ഈ വള്ളി പിടിക്കുക എന്നൊക്കെ പറയില്ലേ, എന്തിനാണത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ച് ഞാൻ കമൻറ്റ് ചെയ്യാറേ ഇല്ല. എന്താണെന്നറിയോ, ഈ വീഡിയോ ഷോർട്സൊക്കെ ഇടുന്നവർ ഫുള്ള് പോസിറ്റീവ് കമൻറ്റ്സ് മാത്രമാണ്. ചിലർക്ക് കേട്ടോ, അതാ ഞാൻ പറയുന്നത്, ചിലർ, എല്ലാവരും അല്ല, ചിലർ നെഗറ്റീവും ആക്സെപ്റ്റ് ചെയ്യും, പോസിറ്റീവും ആക്സെപ്റ്റ് ചെയ്യും. ചിലർക്ക് പോസിറ്റീവ് കമൻറ്റ്സ് മാത്രമേ പറ്റുള്ളൂ, നെഗറ്റീവ് ഇടാനേ പാടില്ല. കാരണം അവരെന്ത് ചിന്തിക്കുന്നു, ഞാൻ ഇട്ട കമൻറ്റ് നെഗറ്റീവാണെന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ ചിന്താഗതിയാണ് ഞാൻ കമൻ്റായിട്ടിട്ടത്. അവർ ചിന്തിക്കുന്നത് എന്തോ അത് കമൻ്റായിട്ട് ചെന്നാലേ അവരത് പോസിറ്റീവായിട്ട് അംഗീകരിക്കും, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അപ്പം അതുകൊണ്ട് എനിക്കുള്ളിൽ തോന്നിയൊരു കാര്യം ഞാൻ കമൻ്റായിട്ടിട്ടു. കമൻ്റായിട്ടിട്ടിട്ട് അത് കണ്ടിട്ട് എനിക്ക് വ്യൂവേഴ്സ് കണ്ടിട്ട്, അവരല്ല, വ്യൂവേഴ്സ് കണ്ടിട്ട് അതിനുള്ള റിപ്ലൈ, അതായത് അവരുദ്ദേശിക്കുന്ന കാര്യം അതാണ് ശരി എന്ന രീതിയിലുള്ള റിപ്ലൈ എനിക്ക് തന്നു. അത് ഞാൻ വായിച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്താണെന്നറിയോ, അവർ പറയുന്ന കാര്യം ഞാൻ അംഗീകരിച്ചു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതായത് എൻ്റെ കമൻറ്റിന് ഓപ്പോസിറ്റായിട്ടാണ് അവർ കമൻറ്റ് ഇടുന്നത്. അപ്പം ഞാൻ അതിന് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിച്ചു, ഓക്കെ എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് കമൻറ്റ് ഇട്ടു. അവർ തിരിച്ച് ഇങ്ങോട്ടിട്ടു. പിന്നെ ഞാൻ അങ്ങോട്ടൊരു കമൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്നൊരു വാദപ്രതിവാദത്തിൻ്റെ ദിവസമായിരുന്നു എൻ്റെ സുഹൃത്തുക്കളെ. ഞാൻ വിചാരിക്കുകയാണ്, നമുക്ക് ഉള്ളിൽ തോന്നിയ കമൻറ്റ്, അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് തിരിച്ച് വരുന്ന റിപ്ലൈസ്, അതും ആ റിപ്ലൈ, ലാസ്റ്റ് വന്ന റിപ്ലൈ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഷോക്കായിപ്പോയി. കാരണം ഞാൻ ഒരു വാക്ക് പോലും മര്യാദയില്ലാതെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല എൻ്റെ കമൻറ്റിൽ. പക്ഷേ തിരിച്ച് വന്ന റിപ്ലൈ അത് നമ്മളെ എന്താ പറയുക, ഞെട്ടിപ്പിക്കുന്നതാണ്. പുതിയ കാര്യങ്ങളൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ ഏതാ നിങ്ങളോട് പറയാൻ തീരെ താല്പര്യപ്പെടുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഇട്ട കമൻറ്റ് വളരെ മാന്യമായിട്ടാണ് കമൻറ്റ് ഇട്ടത്. തിരിച്ച് വന്ന കമൻറ്റ്സ് കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത് സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ ചിന്തിക്കുകയാണേ, പോസിറ്റീവ് മാത്രം കമൻറ്റ്സ് ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യാന്നറിയോ, പബ്ലിക്കായിട്ട് വീഡിയോസ് ഇടരുത്. പബ്ലിക്കായിട്ട് ഇടാതെ ഫാമിലി മാത്രം കണ്ടാൽ അവിടെ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നില്ല. നെഗറ്റീവ് മീൻസ് ഞാൻ നെഗറ്റീവ് കമൻ്റ് അല്ല ഇട്ടത് കേട്ടോ, എനിക്ക് തോന്നിയ കമൻറ്റാണ് ഇട്ടത്. അവരുദ്ദേശിക്കുന്ന കമൻറ്റ് മാത്രമേ വരാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, പ്രൈവറ്റ് ആക്കി ഇടണം വീഡിയോ. അങ്ങനെയാണെങ്കിൽ അവരുദ്ദേശിച്ച കമൻറ്റ്സ് മാത്രമേ വരുള്ളൂ, അല്ലേ? നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ പബ്ലിക്കായിട്ട് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നെഗറ്റീവും വരും, പോസിറ്റീവും വരും. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചേ, എൻ്റെ കമൻറ്റ് കണ്ടിട്ട് തിരിച്ച് റിപ്ലൈ ചെയ്യാനുള്ള റൈറ്റ്സും അവർക്ക് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇന്ന് ചിന്തിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് എൻ്റെ കമൻറ്റ് അവർ കണ്ടിട്ട് അവർക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാനുള്ള റൈറ്റ്സും അവർക്ക് ഉണ്ടല്ലോ. പക്ഷേ അത് മാന്യമായ രീതിയിലാണെങ്കിൽ ഓക്കെ ആയിരുന്നേനെ. പക്ഷേ എന്താ പറയുക, ഉപയോഗിക്കാൻ പറ്റാത്ത വേർഡുകളും കണ്ടൻറ്റും ഒക്കെ വെച്ചിട്ടാണ് റിപ്ലൈ വരുന്നത്. അപ്പം നമുക്ക് കുറച്ച് എന്താ പറയുക, ആരോഗ്യകരമായ ചർച്ച നല്ലതാണ്, ആരോഗ്യകരമായ രീതിയിൽ, നല്ല രീതിയിൽ. പക്ഷെ അത് നെഗറ്റീവിലേക്ക് ഒരാളെ അഡ്രസ്സ് ചെയ്യുന്ന രീതി, അതൊക്കെ മോശമായിട്ട് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സങ്കടം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അതങ്ങനെയാണ്.